ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി പിന്നെയും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ആയിരിക്കാനായിട്ട് കർത്താവ് നൽകിത്തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീതീകരണം എന്നുള്ള വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ക്ലാസ് നടന്നില്ല. ഈ ആഴ്ച പിന്നെ നമ്മൾ ഒരുമിച്ച് കൂടി വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് ദൈവം പാപത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. പിന്നെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപം കൊണ്ടുവന്നിരിക്കുന്ന കോൺസിക്വൻസസ് ഓഫ് അവർ സിൻ, നമ്മുടെ പാപത്തിൻ്റെ പരിണത ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാപം എന്നുള്ളത് യൂണിവേഴ്സലാണ്, എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഈ എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ പാപം എല്ലാവരിലും ഉളവാക്കിയിരിക്കുന്ന ചില പരിണത ഫലങ്ങൾ, കോൺസിക്വൻസസ് ഉണ്ട്. അതെന്തൊക്കെയാണ് എന്നാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ അതിനകത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലെ പാപം ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു എന്നുള്ളതാണ്. അതായത് വി ആർ സെപ്പറേറ്റഡ് ഫ്രം ഗോഡ്. പാപം നിമിത്തം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അപ്പം ദൈവവും നമ്മളുമായിട്ട്, അല്ലെങ്കിൽ ദൈവവും മനുഷ്യനുമായിട്ട്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച സമയത്ത് മനുഷ്യനും ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദ്യം അവന് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ദൈവവുമായിട്ടുള്ള ആ ബന്ധം നഷ്ടപ്പെടുന്നു. ഹി വാസ് സെപ്പറേറ്റഡ് ഫ്രം ഗാഡ്. അപ്പോൾ അതാണ് ആദ്യത്തെ കോൺസിക്വൻസ് നമ്മൾ പറയുന്നത്. ഇപ്പം യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്: നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയിരിക്കുന്നത്. അപ്പം പ്രവാചകനിലൂടെ ദൈവം മനുഷ്യനോട് പറയുകയാണ്, മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നത്, ഭിന്നിപ്പിച്ചിരിക്കുന്നത് എന്താണ്? മനുഷ്യൻ്റെ പാപം അല്ലെങ്കിൽ അകൃത്യമാണ് എന്ന് കൃത്യമായിട്ട് നമ്മളവിടെ വായിക്കുന്നു. അപ്പം പാപം മനുഷ്യജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒന്നാമത്തെ പരിണത ഫലം എന്ന് പറയുന്നത്, അത് ദൈവത്തിൽ നിന്ന്, ദൈവവുമായിട്ട് നമുക്കുണ്ടായിരുന്ന ആ ബന്ധം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നമ്മെ പാപം സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്: വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു, മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. അപ്പോൾ നോക്കിക്കേ, ദൈവം സൃഷ്ടിച്ച ആ മനുഷ്യൻ, തങ്ങളുടെ സൃഷ്ടാവായ ആ ദൈവം തങ്ങളെ ആക്കിയിരിക്കുന്ന ആ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന് അവിടെ നടക്കുന്ന ആ ഒച്ച കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ സത്യത്തിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഇവർ ഓടിച്ചെല്ലേണ്ടതാണ്. പക്ഷേ ഇവരെന്ത് ചെയ്തു? ദൈവത്തിൽ നിന്ന് ഒളിക്കാനായിട്ട് ഇവർ ശ്രമിച്ചു. എന്താ കാരണം? ആ പാപം അവരെ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന് അകറ്റി, ദൈവവുമായിട്ട് അവർക്കുണ്ടായിരുന്ന ആ ബന്ധം ഈ പാപം എന്ത് ചെയ്തു? വിച്ഛേദിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പം ഇന്നും മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലെ പാപനിമിത്തം അവന് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാനായിട്ടോ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ടോ അവനൊരിക്കലും കഴിയുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പലരും ദൈവമില്ല എന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്, ദൈവമായിട്ടുള്ള ആ ബന്ധം അവർക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല. അത് അവരുടെ കുറ്റമല്ല. അവർ പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ, ഞങ്ങൾക്ക് ദൈവത്തെ കാണിച്ചു തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. അതവരുടെ കുറ്റമല്ല. കാരണം എല്ലാ മനുഷ്യരും എന്ത് ചെയ്തിരിക്കുന്നു, അവരുടെ പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്. സോ അതുകൊണ്ട് അവർക്ക് ദൈവത്തെ മനസ്സിലാക്കാനോ ദൈവത്തെ കണ്ടെത്തുവാനോ ദൈവത്തെ ഗ്രഹിക്കുവാനോ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കാനോ അവർക്കൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല എന്നുള്ളതാണ്. കഴിയുന്നില്ല. അപ്പം ഇവിടെ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോയി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു തലം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എഫേസ് ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പുതിയ നിയമത്തിൽ എഫേസ് ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം ഇവിടെ പറയുന്നത്, അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം അവർ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അവർ അകന്നുപോയി. അപ്പം പാപം നിമിത്തം അല്ലെങ്കിൽ അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം മനുഷ്യർ എന്ത് ചെയ്തു? ദൈവത്തിൽ നിന്ന്, ദൈവിക ജീവനിൽ നിന്ന് അവർ അകന്നുപോയി. അങ്ങനെ അകന്നു പോയത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നു, അവർ മനം തഴമ്പിച്ചു പോയി. അവിടെ മനസ്സെന്ത് ചെയ്തു? തഴമ്പിച്ചു. അവരുടെ ഹൃദയം തഴമ്പിച്ചു പോയി. എന്താ തഴമ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ തഴമ്പ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടൊക്കെ നമ്മൾ ഈ കൈ കൊണ്ട് എന്തെങ്കിലും കഠിനമായിട്ടുള്ള അധ്വാനം, പ്രത്യേകിച്ച് ഈ തൂമ്പ കൊണ്ട് കിളക്കുകയോ അല്ലെങ്കിൽ വാക്കത്തി കൊണ്ട് വെട്ടുകയൊക്കെ, അത് കുറേ ദിവസങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ എന്തുണ്ടാകും? തഴമ്പുണ്ടാകും. അങ്ങനെ തഴമ്പുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ തഴമ്പുണ്ടാകുന്നത് വരെ ഈ പണി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒരു വേദന ഉണ്ടാകും. പക്ഷെ തഴമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല? വേദന ഉണ്ടാവില്ല. നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവരെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഇവർ ദൈവിക ജീവനിൽ നിന്ന് അകന്നിട്ട് അവർ മനം തഴമ്പിച്ചു പോയി. എന്ന് വെച്ചാൽ പാപം ചെയ്യുന്നത് അവർക്കൊരു ശീലമായിട്ടങ്ങ് മാറി. നോക്കിക്കേ, പാപം ചെയ്തത് കൊണ്ടാണ് അവർ ദൈവത്തിൽ നിന്ന് അകന്നത്. ദൈവത്തിൽ നിന്ന് അകന്നത് കൊണ്ട് അവരുടെ മനസ്സ് തഴമ്പിച്ചു പോയി, കല്ലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അങ്ങനെ മനം തഴമ്പിച്ചു പോയത് കൊണ്ട് അവർ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് അവർ വീണ്ടും എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു. നോക്കൂ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? അവർ പാപം ചെയ്യുന്നു, അതുകൊണ്ട് അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് അവർ മനം തഴമ്പിച്ചവരായിട്ട് വീണ്ടും പാപം ചെയ്യുന്നു. ആ പാപം മൂലം അവർ വീണ്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതുകൊണ്ട് അവർ വീണ്ടും പാപം ചെയ്യുന്നു, വീണ്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, വീണ്ടും പാപം ചെയ്യുന്നു, വീണ്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഇതിങ്ങനെ ഒരു സൈക്കിള് പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് സ്വയമായിട്ട് നന്നാകാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. കാരണം നമ്മുടെ പാപം ദൈവത്തിൽ നമ്മെ അകറ്റുന്നു. ദൈവത്തിൽ നാം അകന്നു പോയത് കൊണ്ട് നമുക്ക് നന്നാകാൻ കഴിയുന്നില്ല, നാം വീണ്ടും പാപം ചെയ്യുന്നു. അത് നമ്മെ കൂടുതൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. ഇതാണ് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മളൊക്കെ നന്നാകാനായിട്ട് എത്ര ശ്രമിച്ചാലും എത്ര തീരുമാനമെടുത്താലും നമുക്ക് നന്നാകാനായിട്ട് കഴിയാത്തതിൻ്റെ കാരണം ഇതാ.
അല്ലെ? അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മളൊക്കെ എത്ര പ്രാവശ്യം തീരുമാനം എടുത്തിട്ടുണ്ട് നന്നാകാനായിട്ട്. എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും നടപ്പിലായിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. കാരണം നമുക്ക് സ്വയമായിട്ട് നന്നാകാൻ കഴിയത്തില്ല. അപ്പോൾ പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് സ്വയം പാപം ചെയ്ത് നിർത്താൻ കഴിയാത്ത ഒരവസ്ഥയിൽ, അതായത് പാപത്തോട് നോ പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് ഒന്നാമത് സംഭവിക്കുന്ന കാര്യം. ഇനി രണ്ടാമത് സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മരണമാണ്. മരണം. അതായത് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെയാണ് കാണുന്നത്. എന്താണ്? യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമോതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പം മനുഷ്യൻ്റെ ജീവനെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നാണ് നമുക്ക് ഈ ജീവൻ എന്ത് ചെയ്യുന്നത്? ലഭിക്കുന്നത്. അതുകൊണ്ട് സത്യത്തിൽ ഈ ജീവൻ എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ് നമ്മുടെ ജീവൻ. ഇനി അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവം അവരോട് പറയുകയാണ്, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം ആ മനുഷ്യനോട് പറയുക, നീ ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. തിന്നാൽ എന്ത് സംഭവിക്കും? മരിക്കും. തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പം നമുക്കറിയാം, ദൈവം അവൻ ഈ മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും അവൻ എന്ത് ചെയ്തു? അവൻ ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ, സത്യത്തിൽ അവിടെ തിന്ന നാളിൽ, തിന്ന ദിവസം ആദമും ഹവ്വയും എന്ത് ചെയ്യുന്നില്ല? മരിക്കുന്നില്ല. സത്യമാത് തിന്ന നാളിൽ എന്താണ്? ആദമും ഹവ്വയും മരിക്കുന്നില്ല. അത് സത്യമാത്. പക്ഷേ അവൻ തിന്ന നാളിൽ മരണം ഈ ഭൂമിയിലേക്ക് പ്രവേശിച്ചു. അതവിടെ സംഭവിച്ചത്. അവൻ മരിച്ചില്ലെങ്കിലും മരണം എന്നുള്ള ആ യാഥാർത്ഥ്യം ഈ ഭൂമിയിലേക്ക് എന്ത് ചെയ്തു? പ്രവേശിച്ചു. അതായത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞ് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചു. അതായത് നമ്മളവിടെ വായിക്കുന്ന ഇതാണ്, എന്താണ് നമ്മൾ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇതാണ്, അവനും തിന്നു, ആദവും തിന്നു, ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞ് അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി. അപ്പോൾ ഈ മനുഷ്യൻ അത്തിയുടെ ഇല തുന്നിയിട്ട് എന്തുണ്ടാക്കി? അവർക്കൊരു ഉടുപ്പുണ്ടാക്കി. അവിടെ നഗ്നത മറയ്ക്കാനായിട്ട് അവർ ഉടുപ്പുണ്ടാക്കി. എന്നാൽ നമുക്കറിയാം, അത്തിയുടെ ഇല കൊണ്ട് ഉടുപ്പുണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ ഇല എന്ത് ചെയ്യും? വാടും, അത് ചുരുങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് നഗ്നത മറയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പം അത് കാരണം ദൈവം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവയായ ദൈവം ആദമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. അപ്പോൾ നോക്കിയേ, അപ്പം ദൈവം ആദമിനും ഹവ്വയ്ക്കും തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. അപ്പോൾ തോലെന്ന് പറഞ്ഞാൽ ഏതോ ഒരു മൃഗത്തിൻ്റെ തോലാണ് അത്.
അപ്പം ആ മൃഗത്തിൻ്റെ തോല് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആ മൃഗത്തെ കൊല്ലണം. അപ്പം അവിടെ ഒരു മരണം നടക്കുകയാണ്. അപ്പം ഇവർ പാപം ചെയ്യുന്നത് വരെ ഭൂമിയിൽ മരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇല്ലായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സിംഹവും കടുവയും പുലിയുമൊക്കെ മറ്റ് ജീവികളെ കൊന്നു തിന്നിരുന്നില്ലേ എന്ന് ചോദിക്കും. ബൈബിള് പറയുന്നു, മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെയല്ല സംഭവിച്ചത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യമൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നു. അപ്പം മനുഷ്യൻ പാപം ചെയ്യുന്നത് വരെ ഭൂമിയിലെ സകല ജീവജാലങ്ങളും അവർ പച്ച സസ്യമായിരുന്നു ഭക്ഷിച്ചിരുന്നത്, പരസ്പരം കൊന്നു തിന്നാറില്ലായിരുന്നു. എന്ന് വെച്ചാൽ അതുവരെ ഭൂമിയിൽ മരണമില്ലായിരുന്നു. എന്നാൽ ഇവർ പാപം ചെയ്ത അന്ന് മരണം ഭൂമിയിലേക്ക് പ്രവേശിച്ചു. ഒരു മൃഗം കൊല്ലപ്പെട്ടു. ആ മൃഗത്തിൻ്റെ തോലുകൊണ്ട് അവർക്ക് ഉടുപ്പുണ്ടാക്കപ്പെട്ടു. അപ്പോൾ ദൈവം അത് പറഞ്ഞതാ, തിന്നുന്ന നാളിൽ മരിക്കുമെന്ന്. അവർ മരിച്ചു വീണില്ലെങ്കിൽ പോലും അവർ തിന്ന ആ നാളിൽ അതുവരെ ഭൂമിയിലില്ലാതിരുന്ന ഒരു പുതിയ ഫിനോമിന, ഒരു പുതിയ പ്രതിഭാസം, മരണമെന്ന ഒരു പ്രതിഭാസം ഭൂമിയിലേക്ക് പ്രവേശിച്ചു. അപ്പം പാപത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് മരണമാണ്. ഇനി റോമാലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നമുക്കൊക്കെ വളരെ പരിചയമുള്ളൊരു വാക്യമാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. എന്താണ്? റോമാലേഖനം 6-ന്റെ 23. ഒരു മിനിറ്റ് ഞാനൊന്ന് എടുത്തോട്ടെ. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, പാപത്തിൻ്റെ ശമ്പളമോ മരണമത്രേ. അപ്പം പാപത്തിൻ്റെ ശമ്പളമായിട്ടാണ് മരണം നാം അനുഭവിക്കുന്നത്. ഓർക്കുക, പാപത്തിൻ്റെ ശിക്ഷയല്ല, പാപത്തിൻ്റെ ശമ്പളമാത്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പാപത്തിൻ്റെ ശിക്ഷയല്ല മരണം, പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. കാരണം ആദാം പാപം ചെയ്തപ്പോൾ മരണം എന്ന പ്രതിഭാസം ഈ ഭൂമിയിലേക്ക് പ്രവേശിച്ചു. പിന്നീട് അങ്ങോട്ട് എല്ലാവരും പാപം ചെയ്യുന്നത് കൊണ്ട് എല്ലാവരിലേക്കും ഈ മരണം സ്പ്രെഡായിക്കൊണ്ടിരുന്നു. അപ്പം ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ സംഭവിച്ച ഒന്നാമത്തെ കാര്യം, ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, പാപത്തോട് നോ പറയാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു. മൂന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും മരണത്തിന് അധീനരായിത്തീർന്നു. ഇത് യൂണിവേഴ്സലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആർക്കും ഇതിനകത്തുനിന്ന് എക്സെപ്ഷൻ ഇല്ല, ആർക്കും ഇതിനകത്തുനിന്ന് ഒഴികഴിവില്ല. ഓക്കെ, ഇനി എഫേസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ ഈ മരണത്തിൻ്റെ മറ്റൊരു അർത്ഥം നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പം ഇവിടെ അതിക്രമങ്ങളാലും പാപങ്ങളാലും നാം മരിച്ചവരായിരുന്നു. ഇവിടെ പറയുന്നത് ഭാവിയിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ആ ശാരീരിക മരണത്തെക്കുറിച്ചല്ല, ഓൾറെഡി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു മരണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതെന്താണ്? സത്യത്തിൽ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. എന്താ? ദൈവവുമായിട്ടുള്ള ആ സെപ്പറേഷൻ.
എഫേസ്യ ലേഖനം 4:18-19 നമ്മൾ വായിച്ചു, ദൈവിക ജീവനിൽ നിന്ന് അകന്നുപോയി. അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന മരണം എന്ന് പറയുന്നത്. അപ്പം ബൈബിളിൽ പാപത്തിൻ്റെ ഫലമായിട്ട് പറഞ്ഞിരിക്കുന്ന മരണത്തിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, പ്രസന്റ് ടെൻസിൽ, ഈ വർത്തമാനകാലത്തിൽ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപിരിഞ്ഞിട്ടുള്ള ഒരവസ്ഥ. രണ്ടാമത്, ആക്ഷരികമായ ഒരു ഭാവി മരണം. ഈ രണ്ട് കാര്യങ്ങളും മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതാണ്. പാപത്തിൻ്റെ ഫലമായിട്ട് കടന്നു വന്നത്. ഇനി യാക്കോബിൻ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ യാക്കോബിൻ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് ഞാനൊന്ന് എടുക്കട്ടെ. യാക്കോബിൻ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. 15-ാം വാക്യം, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. അപ്പം ഇവിടെ ഒരു സീക്വൻസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണ്? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പാപം ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ പറയുക, നമ്മുടെ മോഹത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? പാപം ഉണ്ടാകുന്നത്. മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു. അപ്പം മോഹത്തിൻ്റെ റിസൾട്ടാണ് എന്ത്? പാപമെന്ന് പറയുന്നത്. പാപം. ഇനി പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. അപ്പം പാപത്തിൻ്റെ റിസൾട്ടാണ് എന്ത്? മരണം. ഇതാണ് സീക്വൻസ്. ആദ്യം നമ്മുടെ ഉള്ളിൽ മോഹം ഉണ്ടാകുന്നു, ആ മോഹത്തിൻ്റെ ഫലമായിട്ട് പാപമുണ്ടാകുന്നു, ആ പാപത്തിൻ്റെ ഫലമായിട്ട് മരണമുണ്ടാകുന്നു. ഓക്കെ. പക്ഷെ ഇന്നും പലപ്പോഴും ഈവൻ ക്രിസ്തീയ സഭകളിൽ പോലും നമ്മെ മോഹികളാക്കുന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സഭകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന സാധാരണ ഒരു പ്രസംഗം എന്ന് പറയുന്നത് നമ്മെ കൂടുതൽ മോഹിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നു, ആ മോഹിപ്പിക്കുന്ന പ്രസംഗങ്ങളിലൂടെ, ആ പ്രസംഗ കേൾവികളിലൂടെ നിങ്ങളുണ്ടാകുന്ന മോഹം, അതിൻ്റെ റിസൾട്ടായിട്ട് എന്തുണ്ടാകും? പാപം ഉണ്ടാകും. ആ പാപം നിങ്ങളിലേക്ക് എന്ത് കൊണ്ടുവരും? മരണത്തെ കൊണ്ടുവരും. അപ്പം മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. ഇതാണ് ഈ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പം അവിടെയും പാപത്തിൻ്റെ റിസൾട്ടായിട്ടാണ് എന്ത് വരുന്നത്? മരണം വരുന്നത് എന്ന് നമ്മൾ അവിടെയും കാണുകയാണ്. ഇനി നമ്മൾ റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഏക മനുഷ്യനാൽ പാപം ലോകത്തിലേക്ക് കടന്നു. ആര് മുഖാന്തരം? ആദം മുഖാന്തരം. ആദം പാപം ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ മാനവ കുലത്തിലേക്ക് പാപത്തിന് പ്രവേശിക്കാനായിട്ടുള്ള വാതിൽ തുറന്നു കൊടുക്കുകയായിരുന്നു ചെയ്തത്. കാരണം അവനാണ് സകല മനുഷ്യജാതിയുടെയും പിതാവ്. അവനിൽ നിന്ന് പാരമ്പര്യമായിട്ട് ലഭിച്ചിരിക്കുന്നതാണ് നമുക്കൊക്കെ ഉള്ളത്. അപ്പോൾ അവൻ പാപം ചെയ്തപ്പോൾ ആ പാപം ചെയ്യാനുള്ള ആ
വാസന, ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് സകല മനുഷ്യരിലേക്കും ഇൻഹെറിറ്റഡ് ആയിട്ട് വരിക ചെയ്യുന്നത്. അതാണ് ഏക മനുഷ്യനാൽ പാപം ലോകത്തിലേക്ക് കടന്നു. ഇനി പാപത്താൽ മരണം ലോകത്തിലേക്ക് കടന്നു. അപ്പം ആ പാപത്തിലൂടെയാണ് മരണം ലോകത്തിലേക്ക് കടക്കുന്നത്. അപ്പം ആദമിൻ്റെ പാപം എല്ലാ മനുഷ്യരിലേക്കും, മാനവകുലത്തിലേക്ക് മൊത്തം പാപത്തിന് പ്രവേശിക്കാനായിട്ടുള്ളൊരു വാതിൽ തുറന്നു കൊടുത്തു. ആ പാപം പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അടുത്തയാൾക്കുള്ള വാതിൽ തുറന്നു കൊടുത്തു, മരണത്തിന് പ്രവേശിക്കാനായിട്ടുള്ള വാതിൽ തുറന്നു കൊടുത്തു. അപ്പം ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലേക്കും പരന്നിരിക്കുന്നു. അതായത് ആദം പാപം ചെയ്തപ്പോൾ മാനവജാതിയിലേക്ക് മൊത്തത്തിൽ പാപത്തിന് പ്രവേശിക്കാനുള്ള വാതിൽ തുറന്നു കൊടുത്തു. അങ്ങനെ പാപം സകല മനുഷ്യരിലേക്കും പ്രവേശിച്ചു. അങ്ങനെ സകല മനുഷ്യരും പാപം ചെയ്തു. ആ പാപം മരണത്തിന് പ്രവേശിക്കാനുള്ള വാതിൽ തുറന്നു കൊടുത്തു. സകല മനുഷ്യരും പാപം ചെയ്യുന്നതുകൊണ്ട് ആ മരണം സകല മനുഷ്യരിലേക്കും വ്യാപിച്ചു. ഇതാ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പാപത്തിൻ്റെ 2 കോൺസിക്വൻസസാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്ന്, പാപം ദൈവത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നു. ദൈവത്തിൽ നമ്മെ വേർതിരിക്കുന്നു. 2, നമ്മൾ പറയുന്നത് പാപം മനുഷ്യനെ അവനിൽ മരണം കൊണ്ടുവരുന്നു. പാപം മനുഷ്യനിൽ മരണം കൊണ്ടുവരുന്നു. 3, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് പാപം മനുഷ്യരുടെ മേൽ ശാപം കൊണ്ടുവരുന്നു. ശാപം, കേഴ്സ് കൊണ്ടുവരുന്നു. പാപം മനുഷ്യൻ്റെ മേൽ ശാപം കൊണ്ടുവരുന്നു. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ആ ഭാഗങ്ങളൊന്ന് വായിക്കാം. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. 16-ാം വാക്യം, സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. 17-ാം വാക്യം, മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. നോക്കിക്കേ, ദൈവം പാമ്പിനെ ശപിച്ചു, ദൈവം സ്ത്രീയെ ശപിച്ചു, ദൈവം പുരുഷനെ ശപിച്ചു. ആ പുരുഷൻ നിമിത്തം ഭൂമിയും ശപിക്കപ്പെട്ടു. പാപം സർവഭൂമിയെയും സർവഭൂമിയിന്മേലും ഒരു ശാപം കൊണ്ടുവന്നു. നോക്കൂ, പാപത്തിന് കീഴായിരിക്കുന്നവരെല്ലാം ഈ ശാപത്തിന് കീഴിലുമാണ്. മറക്കരുത്.
മറക്കരുത്. ഇന്നും പലപ്പോഴും നമുക്ക് തോന്നാറില്ലേ നമ്മളൊക്കെ ശപിക്കപ്പെട്ടവരാണ് എന്നൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ? പാപം നമ്മുടെ മേൽ ശാപം കൊണ്ടുവരുന്നതാണ്. അപ്പം പാപത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന 3 കോൺസിക്വൻസസ് ആണ്, 3 പരിണതഫലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ പാപത്തോട് നോ പറയാനായിട്ട് നമുക്കുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. 2, മരണം ഈ ലോകത്തിലേക്ക് കടന്നു. 2 രീതിയിലുള്ള മരണം, ഒന്ന് ആത്മീക മരണം, ഒന്ന് ശാരീരിക മരണം. ഇത് രണ്ടും പാപത്തിലൂടെ ഈ ലോകത്തിലേക്ക് കടന്നു. പാപത്തിലൂടെ അത് സകല മനുഷ്യരിലേക്കും വ്യാപിച്ചു. 3, നാം ശപിക്കപ്പെട്ടവരായിത്തീർന്നു. മനുഷ്യൻ മാത്രമല്ല, മുഴുഭൂമിയും മനുഷ്യൻ്റെ പാപം മൂലം ശപിക്കപ്പെട്ടതായിത്തീർന്നു. ഇന്ന് രാത്രി ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ചില പരിണത ഫലങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. അത് കർത്താവിനെ വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കും. നോക്കൂ, നമ്മുടെ പാപം എത്ര ഭീകരമായിട്ടുള്ള അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടോ? എന്നാൽ ഇതിൽ നിന്നൊക്കെയും നമുക്ക് വിടുതൽ തരാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്കിതിനകത്ത് നിന്നെല്ലാം വിടുതലുണ്ട്. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ഈ ക്ലാസ്സുകൾ നിങ്ങൾ തുടർച്ചയായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ദൈവത്തിൻ്റെ വചനം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് രാത്രി ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.